എന്തൊക്കെയുണ്ട് വിശേഷം? പാലയിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നസീർക്ക അനൂപ് നമ്മുടെ പിള്ളേരാന്നേ, നമ്മുടെ പയ്യനാ. അതെ, അനൂപ് ഞങ്ങളുടെ കൂടെ കുറെ സ്റ്റേജുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ചെയിൻ സോങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെയിൻ സ്പോട്ട് ഡക്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, അതെങ്ങനെയാണ് ഒരു ഡയലോഗിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ഡയലോഗിലേക്ക് പോകും. കുറെ തപ്പിട്ട് അത് കൊള്ളാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആ പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ. അപ്പം സ്പോട്ട് ഡബിങ്ങിനുള്ള സ്പോട്ട് നാദികയുടെ തൊട്ടടുത്താണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ കുറിച്ച് ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ലേ. എനിക്കെന്നാ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമമാണ്ടിരിക്കാൻ വേണ്ടിട്ടാ റിൻസ് പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തേ. ഇപ്പോ വീട്ടിൽ കൊണ്ട് ആക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാവാൻ വേണ്ടിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലെ ദേഷ്യമാണെന്നാ. ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ? ഞാൻ റിൻസിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സാർ അങ്ങനെ ഈ സാറുമായിട്ട് ഉണ്ടാക്കണ്ട. വരണം സാർ. ഞാൻ എന്റെ ഈ വേഷം ഒന്ന് മാറി. നമ്മൾ രണ്ടുപേരും കൂടെ എന്റെ അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് പോകില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. വാടോ, ഈ വേഷത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല. ഡ്രസ്സ് മാറ്റാൻ അല്പം സമയം കൊടുക്കണം പ്ലീസ്. കോപ്പേ, സബോർഡിനേറ്റ് ആണെന്ന് ഞാൻ നോക്കില്ല. മുട്ടുവാരിയായിട്ട് തന്നാണ്ടല്ലോ. വരണഹേ. എടാ അച്ചുവേ, ഭീമൻ രവിച്ചേട്ടൻ അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി. അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടായ കഞ്ഞിവെള്ളം താളിച്ചതും മുരിങ്ങയില തോരനും ഒക്കെ തിന്ന് ചീങ്കണ്ണി പരുവായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിന്റെ കൈയും കാലും വെട്ടി രോമം പഠിക്കും അല്ലടാ. എന്നാ വെട്ടി വടിക്കട കഴിവറ മോനെ. ഉമ്മച്ച, ഹൈവേയില് കൂടപ്പറപ്പങ്ങളെയും കൂട്ടി ആമ്പിള്ളേരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അല്ലെങ്കിൽ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ടയടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്നുറങ്ങുന്ന നിന്റെ പെമ്പർനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചു പോകുവേ, ഒടുക്കത്തെ ചുംബനം. വടക്കം വീട്ടി കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരും ഞാൻ. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ സന്തോഷം. പനച്ചൽ ഫാമിലിയുടെ പേരിൽ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങൾ കയറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളുഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ജോമോന്റെ മാനുവൽ മനസ്സാക്ഷിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ച് പിരിയാം. സന്തോഷം. സപ്ലയർ ഇച്ചിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അല്ല ജില്ലാ കളക്ടർ അടിച്ചിന്റെ പല്ല് പറിക്കുന്ന ഡോക്ടറെക്കാളും നല്ലത് ചങ്ക് പറിച്ചു വരുന്ന നേഴ്സാ. അവരാവുമ്പോ അസുഖം മാറുന്നവരെ കൂടെ തന്നെ കാണുമല്ലോ, അല്ലേ അമ്മച്ചി? എന്നാലും ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോ തുടങ്ങി. ആദ്യം ഒന്ന് പോയി കാണ്, ബാക്കിയൊക്കെ പിന്നല്ലേ. അല്ലെങ്കിൽ മാമച്ചന്റെ പ്രായത്തിലെ നേഴ്സാ ബെസ്റ്റ്. ഇനിയിപ്പോ ഇപ്രായത്തില് ഷുഗർ, പ്രഷർ, എന്തൊക്കെ രോഗങ്ങൾ വരാൻ കിടക്കണം. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരിയാ. കൊള്ളാലോ, എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്കിത് തരണം. ഞാനിത് അങ്ങോട്ട് എടുക്കുവാ. എടുത്തോളൂ സാർ, ഞാൻ നേരെ കൊണ്ട് തരാം. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ അല്ലേ നസീർക്ക? എന്ത് പറയുന്നു?
അല്ല എന്താ പറയണെന്ന് വെച്ചാല് ഇപ്പൊ ഈ അനൂപ് ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെയാ ചെയ്തെന്നുള്ള കൺഫ്യൂഷനാ. അതെ, അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ശരിയാണ്. എല്ലാ എവിടെ ഏതാണ് ബിജു മേനന്റെ ആയിരുന്നോ ചെയ്ത് സലീം കുമാർ അതെ. അജു വർഗീസ് ആണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ആയി പോയി. അതെ, ഏതൊക്കെയാ ശരിക്കും അതില് ചെയ്തത്? ലൈവ് എല്ലാം ഞാൻ തന്നെ ചെയ്തു. എല്ലാം അതെ അതെ, ഫുൾ വോയിസ് അല്ലേ? full അല്ല, voice. അതിനകത്ത് മണിമുള്ള രാജു ചേട്ടനും സുരാജ് ചേട്ടനും അല്ല, അല്ല, ബാക്കിയൊക്കെയാണ്. ഒറിജിനലാണ്. ബാക്കിയെല്ലാം അതെന്താ ഇതിന്റെ കുഴപ്പമെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്ര അടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ ഇത്രയും കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ അതെ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇരിക്കുന്നവർക്ക്. വിചാരിക്കും ഇത് ചിലപ്പോ ഒറിജിനലാണ്. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? അതെ, ഏത് വോയിസ് ചെയ്യുന്നേ? സ്ഥിരം ചെയ്യുന്ന വേണ്ട, നമുക്ക് ജോണി ആന്റണിയുടെ ഒക്കെ ഒന്ന് കേട്ടാ കൊള്ളാം അല്ലേ? ജോണിയുടെ കൊള്ളാലോ, ഇതെനിക്ക് വേണം, നിങ്ങളിതെനിക്ക് തരണം, ഞാനിതങ്ങ് എടുക്കുക. താങ്ക് യു. സലീം കുമാർ. നിനക്കറിയില്ല നിന്റെ മ്യാമനെ, പണ്ട് കട്ടപ്പന ചതവിനും നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടി ചാളയും വാങ്ങി അതിലൊരു ചാള പൂച്ച എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് 5 കിലോമീറ്റർ ആ പൂച്ചയെ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കിടത്തി വയറിലിക്കിളിയിട്ട് ആ ചാള കക്കിച്ച് അതുകൊണ്ട് കുടമ്പിളിട്ട് കറവിച്ചതാണ് നിന്റെ മരംകൊത്തി മോഹനായി മ്യാമൻ, അഥവാ എന്റെ പ്രിയപ്പെട്ട അളിയൻ. അടിപൊളി. Wow. എന്തായാലും ഇതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, അറിയോ? സ്പോട്ട് ഡബിലാണെങ്കിൽ പോലും ഒരു ഡയലോഗിൽ തുടങ്ങി അടുത്ത സീനിൽ വരുമ്പോഴും ആ ഡയലോഗിന്റെ ഒരു കണക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അത് ഇവിടെ ഇതുവരെ സ്പോട്ട് ഡബിൽ ചെയ്തതിൽ നിന്നും ഒരു പുതുമയുള്ള. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ശരിക്കും സലിംകുമാർ പറയുന്ന ഡയലോഗ് അതല്ല. അല്ല, എറണാകുളം ജില്ലാ കളക്ടർ കുത്തിക്കെട്ടിട്ട് പോണോ? അവിടെ ഞാൻ അത് മാറ്റി അടിച്ചതിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും, എന്നാലും ഉള്ള അടുത്ത ചാക്കോച്ചിന്റെ ഡയലോഗിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിട്ട് എന്തുവേണമെങ്കിലും കാണിക്കാലോ. അതെ, ഇതിന് എന്തായാലും മൊത്തം അടിപൊളി. ഡയലോഗുകൾ നിങ്ങൾ മാറ്റി ഒരു കഥ പോലെ ചെയ്ത് മാറ്റി ചെയ്യുകയാണെങ്കിലും രസമായിരിക്കും. രസമായിരിക്കും, കുറെ അതെ. ഹ്യൂമറും കാര്യങ്ങളൊക്കെ കയറ്റാനും പറ്റും. ജാഫർ ഖാൻ. ഇപ്പൊ ഈ പൃഥ്വിന്റെ ഒക്കെ പറഞ്ഞില്ലേ, അതെല്ലാം മോൻ ഒരു കോമഡി ഡയലോഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളയില്ല. ഇപ്പൊന്നും അങ്ങനെ നോക്കണ്ട, കറക്റ്റ് വരണമൊന്നുമില്ല. അതായത് അതൊരു വെറൈറ്റിയും കൂടെ ആവും. പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ശരിക്കും ഇതിങ്ങനെ ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഫിറോസ് ഖാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് ഏതെങ്കിലും ഒരു ഇതിൽ നടക്കുന്ന പരിപാടിയാണോ? കണ്ടോ, അങ്ങനെ അതാണ് കലാകാരന്മാർ പോരട്ടെ എന്നാണ് നമ്മുടെ ടീമിന്റെ ചിന്ത. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഇഷ്ടംപോലെ അതാണ് സംഭവം. അപ്പൊ ഓക്കെ, അനൂപിനെ പോലുള്ള ആൾക്ക് നല്ല തലമായത് വെച്ചടിച്ചു പോവാ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കുറേ വർഷങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ആണെങ്കിലും നസീറിൻ്റെ കൂടെ ആണെങ്കിലും ജാഫർ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്തിട്ടില്ലേ? ഞാൻ അനൂപമായിട്ട് ഉണ്ടല്ലേ ഞങ്ങളുടെ നമ്മള് മുട്ടയ്യർപ്പള്ളിയിൽ ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ഇവൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും അറിയാമോ എനിക്ക് കൃത്യമായിട്ട്. ഇപ്പം ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് നമുക്ക് ഈ കോവിഡ് പ്രശ്നമായിട്ട് സ്റ്റേജ് ഷോസൊക്കെ കുറവല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 1.5 വർഷമായിട്ട് കാണാറില്ല എന്നുള്ളൂ. അതിനുശേഷം കാണുന്നത് ഇന്നാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു പുതിയ ഐറ്റം നമുക്ക് പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു ഫോർ കമ്മിങ്.